ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിന്നിൻ്റെ സൈസ് വരുന്നത് 5.5 ഇഞ്ചാണ്. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് അര കപ്പിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഡാർക്ക് കളർ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാഫ്രോണിൻ്റെ കൊക്കോ പൗഡറാണ്. അതിൻ്റെ ബാക്കി ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്ത് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കാം. ഇത് മിക്സിയിലല്ലാതെ നന്നായിട്ടൊന്ന് ഫോർക്കോ വിസ്കോ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിന് മുകളിലൊരു അരിപ്പ വെച്ചിട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേക്ക് ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബേക്കായിട്ടുണ്ടാവും. അല്പം ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇത് ചൂട് നന്നായി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാൽഡ വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിന് തൊട്ട് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടേൺ ടേബിളിന് പകരം ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ സ്റ്റീൽ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. അപ്പോൾ കേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറി സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടി ഇട്ട് തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ഇത് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള നൈഫ് എന്തെങ്കിലും എടുത്താൽ മതി. അതിന് മുകളിൽ കട്ട് ചെയ്തിട്ടുള്ള ചെറീസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റിൽ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രം കോട്ട് പോലെയൊന്നും ചെയ്തെടുക്കുന്നില്ല. സൈഡിൽ കുറച്ച് മാത്രമേ ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി സൈഡൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കേക്ക് ഏകദേശം ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ ഇതേപോലെ കേക്കൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് കവറായി പോയിക്കോളും. അതിനുശേഷം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. മുകളിലും ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ചെറീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 1/2 kg വെയിറ്റാണ് ഈ ഒരു കേക്കിന് വരുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ബട്ടർ ക്രീം കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ കേക്കിന് ഉണ്ടാവുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ക്രീം കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജില്ലാത്തവർക്കും ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ബീറ്റർ ഇല്ലയെന്ന് കരുതിയിട്ട് ഇനി ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.